Hello guys, welcome back to our channel. Welcome back. അപ്പോൾ ഇന്ന് നമ്മൾ ടൊറൻറ്റോയിലാണ് നിൽക്കുന്നത്. അതെ, ടൊറോണ്ടോയിൽ ഞങ്ങൾ cntower ആണ് കയറാൻ പോകുന്നത്. cntower മാത്രം കയറുകയല്ല, അവിടെ ഒരു 360 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ പിന്നെ ടൊറൻറ്റോയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് ഒന്ന് ജസ്റ്റ് ഒരു ഇത് പറയാം. 360 ഡിഗ്രി റിസർവേഷൻ എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് 360 ഡിഗ്രി കറങ്ങാം. ഒരു ഹോട്ടലാണത്. അത് 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ഫുൾ വ്യൂ കാണാം ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ. സോ നമുക്ക് ഓൾമോസ്റ്റ് 2 hours അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ റിസർവേഷൻ എടുത്തിരിക്കുന്നത്. അത് ഭാഗ്യത്തിന് ഒരു റിസർവേഷൻ ഇന്നലെ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുക്കുമായിരുന്നു. അതെ, അപ്പോൾ ഇപ്പം നമുക്ക് cntower കാണാൻ ആദ്യം പോവാം. അതെ, ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട് cntower. ഈ കാണുന്നതാണ് cntower. കേട്ടോ, അത്രയും വലിയ ഹൈറ്റിലോട്ടാണ് നമ്മൾ എസ്കലേറ്റർ എടുത്ത് മുകളിലോട്ട് കയറാൻ പോകുന്നത്. I've done my best and my worst, learned my lessons. No matter how hard my life would treat me. സോ ഇപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ഉണ്ട്, നമ്മൾ എയർപോർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നടന്ന് ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റിസർവേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വേറെ VIP വഴി കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ പോവുകയാണ് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ 360 വ്യൂ. I'd always get right back up, never worry, 'cause I got a million reasons to keep holding on. Yeah, I got all that it takes to win and overcome. What I got is just a feeling, but it's so strong. It goes on and on, on and on. There's something going on inside of me. I feel it growing stronger every beat. I never just believe in what I see. അപ്പോൾ ഞങ്ങൾക്ക് സിറ്റി കിട്ടി. ഇതിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ. സോ നമുക്ക് നീ നോക്കാം, ഫുഡൊക്കെ കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 360 റെസ്റ്റോറൻറ്റിൽ വന്ന് ഇരുന്നു, സീറ്റൊക്കെ കിട്ടി നമ്മൾ ഇരിക്കുവാണ്. ഇതിപ്പോൾ സൈഡിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നാൽ മതി. ഇതിങ്ങനെ കറങ്ങി നമ്മൾ ഈ 2 സൈഡിലുള്ള വ്യൂസ് ഫുൾ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഞങ്ങളുടെ പുറകിലായിട്ട് ഒരു കുഞ്ഞ് എയർപോർട്ടുണ്ട്. അതിന് എയർപോർട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. മേ ബി അത് പ്രൈവറ്റ് ജെറ്റൊക്കെ വന്നിറങ്ങുന്ന സ്ഥലമായിരിക്കാം, അറിയത്തില്ല. എന്തായാലും അവിടെ ഒരു കുഞ്ഞ് ഇത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ലേക്ക്, അതിൻ്റെ അപ്പുറത്തായിട്ട് റിവർ, ലേക്ക് എല്ലാം ഇവിടെ കാണാം. പക്ഷേ അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എയർപോർട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് കറങ്ങി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ വ്യൂ കിട്ടും എന്നുള്ളത് അറിയത്തില്ല. അത് നമുക്ക് നോക്കാം. കാരണം ഓൾമോസ്റ്റ് 2 hours ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വ്യൂസ് ഇതിൽ കാണാൻ പറ്റും നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മെനു അടിപൊളി മെനു ആണ്. നമ്മളിപ്പോൾ കുറച്ച് അപ്പറ്റൈസേഴ്സ് ഒക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇവർക്ക് ഡക്ക് വിങ്സ് അവരുടെ കോമൺ ആണ്. പിന്നെ കുറേ സീ ഫുഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. ബാക്കി പുറകാലെ നമ്മൾ ഫുഡ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ വ്യൂ എൻജോയ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഡക്കിൻ്റെ ഇത് വന്നിട്ടുണ്ട്, ഡക്ക് വിങ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഓയിസ്റ്ററും വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇനി കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ഓൾറെഡി അപനൈസർ കഴിഞ്ഞു. ഞങ്ങൾ മെയിൻ കോഴ്സിന് ഓർഡർ ചെയ്തു. ഞാൻ ലാമ്പാണ് ഓർഡർ ചെയ്തത്. അതുപോലെ ജില്ലു സാൽമണും ഓർഡർ ചെയ്തു. അപ്പോൾ ഇനി അത് കിട്ടിക്കഴിഞ്ഞ് ഡെസേർട്ടും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു പിസ്താഷ്യൂ, അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് മൂസാന്ന് തോന്നുന്നു. അപ്പോൾ അത് 2 കൂടി ഓർഡർ ചെയ്തു. അപ്പം ഇപ്പോഴും ഇത് കറി പകുതി ആയിട്ടുള്ളൂ, ഫുള്ള് കറങ്ങില്ല. അപ്പോൾ ഞങ്ങൾ ഫുള്ള് കറങ്ങി ഞങ്ങൾ എവിടം വരെ എത്തിയാൽ അത് എത്താൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇവിടെ കാണാം സിറ്റിയിൽ വ്യൂ ആണിപ്പം. ഇങ്ങനെ കറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ ഒരു വാളുണ്ട്. ആ വാൾ കഴിഞ്ഞ് പിന്നെ അടുത്ത ലൈനിലേക്ക്. അപ്പോൾ കറങ്ങുന്നത്
നമ്മളിപ്പോൾ ഞങ്ങൾ ക്രൂസിലൊക്കെ പോകുമ്പോൾ ക്രൂസിൽ പോയ ഒരു എഫക്റ്റാണ് എന്ന് വെച്ചാൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്രൂസിൽ ചെറിയൊരു അനക്കം ഉണ്ടാവില്ല, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് രസമുണ്ട്, നമുക്ക് 360 വ്യൂവിലിരുന്ന് നമുക്ക് നല്ല കാണാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഓളായി ഇതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ മൂവ് ആയി അടുത്ത ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കണ്ടു തുടങ്ങി. സോ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ആരെങ്കിലും CnTowerൽ വരികയാണെങ്കിൽ ഈ 360 റിസർവേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്തൊരു ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് 360യിൽ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രീ അഡ്മിഷൻ, അപ്പം വേറെ പൈസയൊന്നും കൊടുക്കണ്ട. നമുക്ക് മുകളിൽ ഒബ്സർവേറ്ററി ഡെക്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുന്ന് തന്നെ അവർ പറയും ഓക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാമെന്ന് പറയും. അതുകൊണ്ട് ഇന്നത്തെ 60 റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ $75 മുകളിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട. അപ്പം എനിക്കൊന്ന് നമുക്കതായിരിക്കും വെർത്ത്. കാരണം വേറെ അഡ്മിഷൻ എടുക്കാതെ ഇവിടെ വന്ന് ഫുഡും കഴിക്കാം, നമുക്ക് നല്ല വ്യൂ കാണാം. പക്ഷേ നേരത്തെ റിസർവ് ചെയ്യണം, ഇത് മാത്രമേ കിട്ടൂ. ഞങ്ങൾ ഭാഗ്യത്തിൽ ഒരെണ്ണം കിട്ടി. അപ്പം ഞങ്ങൾ ബാക്കി കൂടി എല്ലാം എൻജോയ് ചെയ്യട്ടെ. ജിലുക്കോട്ടെ എന്നാ ഉണ്ട്? നല്ല അടിപൊളി വ്യൂ, നല്ല അടിപൊളി ഫുഡ്. നമ്മളിങ്ങനെ കറങ്ങി ഫുഡും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം 2 hours കഴിയുമ്പോൾ ഞങ്ങൾ ഇന്ന് കറങ്ങുമെന്ന് അറിയത്തില്ല. I'd always dare it to go even farther, 'cause I got a million reasons to keep holding on. Yeah, I got all that it takes to win and overcome. അപ്പോൾ എൻ്റെ ലാംബ് ചോപ്പ് വന്നു, അതേപോലെ തന്നെ അവളുടെ സാൽമണും വന്നു. ലാംബ് ചോപ്പ് നല്ല വരുന്നത്, ഞാൻ വിചാരിച്ചു ഇത്രയും വലിപ്പമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ജില്ലുവിന് സാൽമണും ഒഴിപ്പുണ്ട്. അത് പിന്നെ അതും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, സാധാരണ പോലെയല്ല. അപ്പം ഞങ്ങളിരുന്ന് ഇതും കണ്ട് അവിടുത്തെ വ്യൂവും കൂടി കണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒബ്സർവേഷൻ ഡെക്കിലൊക്കെ ഒന്ന് പോയി. പിന്നെ ഞങ്ങൾക്ക് 2 പേരെ മീറ്റ് ചെയ്യാനുണ്ട്. ഒരു ചേച്ചി വരുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ ചേച്ചിനെ കണ്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10-12 വർഷമായി. അപ്പോൾ ചേച്ചിനെ കാണുന്നുണ്ട്, വേറെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏഷ്യാനെറ്റിലുള്ള ഇവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ഹെഡുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏഷ്യാനെറ്റിലുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവരെയും കൂടി പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെ 4 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെല്ലാവരെയും മീറ്റും ചെയ്യാം, നമുക്ക് അവിടെ കുറച്ചൊരു ചില്ലും ചെയ്യാം. ഓക്കെ, അപ്പം ഇത് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ അടിപൊളി ലാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ലാമ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ്, അടിപൊളി വിത്ത് എ വ്യൂ, സൂപ്പറായിട്ടുണ്ട്. ജില്ലുവിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, കേക്കും കൊണ്ട് വന്നു. പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പെട്ടെന്നായിരുന്നു അയാൾ വന്നത്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷേ കണ്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ കാണിക്കാം എന്തായാലും, ഫോണിലെടുത്തത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതാണ് തിരിയുന്നത്. ഇതിൻ്റെ പകുതിക്ക് വെച്ചാണ് ഇവിടെ തിരിയുന്നത്. ഒരു സൈഡ് നീങ്ങുന്നുണ്ട്, ഒരു സൈഡ് നീങ്ങുന്നില്ല. റൈറ്റ് സൈഡിലുള്ള ഈ വട്ടിൽ നിന്നാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഇത് എൻ്റെ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട് ഈ കൗണ്ടർ. ബാക്കി ഇപ്പുറത്തെ സൈഡ് മൂവ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഒബ്സർവേഷൻ ഡെക്കിലോട്ട് പോവുകയാണ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, ഒബ്സർവേറ്ററിയിൽ പോയി ഒന്ന് കറങ്ങി ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി താഴോട്ട് പോവാണ്. നമുക്ക് കുറച്ച് പേരെ മീറ്റ് ചെയ്യാനുണ്ട്. ജിലൂസിൻ്റെ ചെവി അടഞ്ഞിരിക്കുക, ഭയങ്കര സ്പീഡിൽ 260 മൈൽ സ്പീഡിൽ താഴോട്ട് പോകുന്നത്. നമ്മളിതാ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അത്രയും വലിയ ഉയരത്തിലിരുന്ന് കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ച് 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കുക ജില്ലു ഇപ്പോൾ. ഇതിൽ കൂടുതൽ എന്നാ വേണോ ഈ ബർത്ത്ഡേക്ക്? ഒരു ഇന്റർനാഷണൽ ട്രിപ്പും കിട്ടി.
ഫോണും കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി CN ടവറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു ആളെ കാണാനുണ്ടെന്ന്. അതിൽ ആദ്യത്തെ ആളെ നേരെ ഒരു ടൊറന്റോ ഡൗൺ ടൗണിലേക്ക് പോവാണ്. എന്തായിരുന്നു ലോറൻസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് മാർക്കറ്റ് ഉണ്ട്. അത് പബ്ലിക് മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇവിടുന്ന് നേരെ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്ങാണ്ടുണ്ട്. ട്രാഫിക് ഇല്ലെങ്കിൽ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് നേരെ അവിടെ പോവാം. എന്നിട്ട് പൂജ ചേച്ചിനൊക്കെ മീറ്റ് ചെയ്യാം. പിന്നെ അത്രേ ഉള്ളൂ അല്ലേ? ബാക്കി ഞങ്ങൾ പിന്നെ അങ്ങ് പറയാം. അതെ. That you're doing fine cause you got me. I don't wanna break your little bubble, but you gotta wake up to reality. Cause I can see in your eyes, your head is full. ഇത് ഞങ്ങളുടെ കൂടെ ചേച്ചിയുണ്ട്. ഇതാണ് പൂജ ചേച്ചി. ഇത് ഡെന്റിസ്റ്റാണ്. എൻ്റെ പല്ലൊക്കെ ശരിയാക്കി തരണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേച്ചി ഞങ്ങളെന്ന് സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞു. അതെ, ഇന്നിപ്പോൾ നമ്മളെ ഫുൾ പ്ലേസ് കാണിക്കുന്നത് ഈ ചേച്ചിയാണ്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെ സ്ഥലമാണ് ഈ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ചേക്കുന്നതെന്നുള്ളത് അല്ലേ? അതെ, ഒരു ഹായ് പറഞ്ഞു. ഹായ്. എന്നെ ഒരു അങ്ങനെ ഇവിടെ ഒരു ചർച്ച് കണ്ടു. അപ്പോൾ ചർച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ചർച്ചിൽ കയറാമെന്ന് വെച്ചു. ഒരു കിങ് ജെയിംസ് ചർച്ച് കത്തീഡ്രലാണ്. അപ്പോൾ അത് വലിയൊരു ചർച്ചാണ്. അപ്പോൾ ആ ചർച്ചിലോട്ട് ഞങ്ങൾ കയറുകയാണ് എല്ലാവരും കൂടി അല്ലേ? ചേച്ചിക്ക് ഭയങ്കര നാണോ കേട്ടോ വീഡിയോയിൽ പോസ്റ്റ്. ഇപ്പോൾ നടന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു സിറ്റി ഹാളാണ്. ഓൾഡ് സിറ്റി ഹാൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ളതാണ് ഇവിടുത്തെ സിറ്റി ഹാള്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ടൊറാൻഡോ എന്ന് എഴുതിയ ഒരു സൈൻ ബോർഡ്. അപ്പോൾ അതുകൂടി കാണണം. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ സിറ്റി ഹാൾ കണ്ടു കഴിഞ്ഞു. ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി, ഫോട്ടോസ് കാണാം. ഇനി ഞങ്ങൾ ടൊറാൻഡോയുടെ സൈൻ്റെ അവിടെ പോകും. പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റില്ലോ എന്നൊന്നും അറിയത്തില്ല. ഭയങ്കര തിരക്ക് അവിടെ കണ്ടിട്ട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം. ആരും ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ചാടി നോക്കിയല്ലോ. നിനക്ക് പോകണോടി? എന്തുകൊണ്ടാണ് വീഴുന്നെടുക്കാനല്ല എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സൈൻ ബോർഡ് വന്നത് ഭയങ്കര തിരക്കാണ്. പിന്നെ അതുമല്ല സൈൻ ബോർഡ് ശരിക്കും ഫോട്ടോ കിട്ടത്തില്ല. കാരണം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ സ്കേറ്ററിങ്ങിൻ്റെ പുറകിലായിട്ടാണ്. അതുപോലെ സ്കേറ്റിംഗ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എടുക്കുകയാണെങ്കിൽ പുറകിലൊന്നും എടുക്കണം. ആൾക്കാരെ മൊത്തം കിട്ടുകയും ചെയ്യും. സോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ രണ്ട് ജ്യൂസൊന്നും കുടിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറുകയാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ആയ എന്താണ് പേര്? ടിം ഹോട്ടൻസ്. അങ്ങനെ ടിം ഹോട്ടൻസിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. അങ്ങനെ ടിമിലേക്ക് കയറി ഞാനൊരു ജ്യൂസ് വാങ്ങിച്ചു. ഇവിടെ രണ്ടുപേരും ഇന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കോഫിയുടെ അഭിപ്രായം കേൾക്കാം. എങ്ങനെയുണ്ട് ജില്ലു? കൊള്ളത്തില്ല. ഞാൻ ഓർത്ത് എന്ത് വലിയ കോഫി സംഭവം എന്ന് വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ കൊള്ളത്തില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മുടെ അവിടുത്തെ കോഫി തന്നെയാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു എന്താണ് ഇതിൻ്റെ പേരെന്തായിരുന്നു? ഡിസ്റ്റിലറി ഡിസ്ട്രിക്ട്.
അങ്ങനെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയത്തില്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ട് അല്ലേ? ഒത്തിരി ലൈറ്റ്സ് ഉണ്ട്. നമുക്ക് ലൈറ്റ്സുകൾ കാണാം. ഈ രാത്രി കാണുന്ന മഞ്ഞ 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 ബൾബുകൾ കത്തുന്ന എന്താ സംഭവം അറിയാൻ പാടില്ല. നല്ല സാധനം. ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്, ലോക്കുകൾ കൊണ്ട് മാത്രം ലവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സൈൻ വെച്ച്. നമ്മൾ അപ്പുറത്തെ ഒരു ട്രാഷ് ക്യാൻ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട്, ലോക്ക് കൊണ്ട് മാത്രം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ അവിടുത്തെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പം തിരിച്ച് ചേച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. പക്ഷേ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആക്ച്വലി കേരള റെസ്റ്റോറൻറ്റ്. അപ്പം ഈ ബ്രാൻഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ സ്ക്രാൻഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തും കുറേ ഇന്ത്യൻ ഫുഡും അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഇന്ത്യൻ ഫുഡ്, കേരള ഫുഡൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നൊന്ന് കേരള ഫുഡ് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചേച്ചിക്ക് അറിയുന്ന ഒരു റെസ്റ്റോറൻറ്റ് എപ്പോഴും പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ അങ്ങോട്ടേക്ക് വിടാം. സോഫാർ ഇത്രയേ ഉള്ളൂ ടൊറാൻഡോ. പ്രത്യേകിച്ച് അധികം കാണാനൊന്നുമില്ല. CN ടവറാണ് ഏറ്റവും മെയിൻ. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ പോയി കണ്ടു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഒരു ദിവസം ഇവിടെ ഏകദേശം തീരുവാണ്. തീർന്നു അത് തന്നെ. അപ്പോൾ നമ്മൾ എവിടെയാണ് CN ടവറും അതുപോലെ തന്നെ ഓൾഡ് ടൊറൻഡോ ടൗണും ഡൗൺ ടൗണും ഒക്കെ കണ്ട് തിരിച്ച് നമ്മളിപ്പോൾ റൂമിൽ വന്നു. അപ്പോൾ ഞങ്ങൾ പോലീസ് ചേച്ചിനെ ഇറക്കണമായിരുന്നു. അപ്പം ഇറക്കി അവിടുന്ന് ഒരു ഫുഡ് ഞങ്ങൾ ആക്ച്വലി നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറി ഒരു ഇന്ത്യൻ ഫുഡാണ് കഴിച്ചത്. അത് തന്നെ ചേച്ചിയോട് കൂടി നമ്മൾ കേരള ഫുഡൊക്കെ കഴിച്ചു. എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ചേച്ചീനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ തിരിച്ച് റൂമിൽ വന്നിരിക്കുകയാണ്. അതൊന്നും കാണിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഭയങ്കര ടയർഡായിപ്പോയി. അവിടെ എല്ലാം കറങ്ങി വന്ന് തിരിച്ചു വന്നതും ടയർഡായിപ്പോയി. പിന്നെ അതിനിടയ്ക്ക് ഒരാളെയും കൂടി ഞങ്ങൾ കണ്ടു, ഇവിടെ തന്നെയുള്ള. അങ്ങനെ അവരെയും കണ്ട് നമ്മളിപ്പോൾ തിരിച്ചിവിടെ വന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.